മുതലമട മലയാള സിനിമയിലെ നിരവധി രംഗങ്ങൾ ചിത്രീകരിച്ച മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. വെട്ടം, ഹൃദയം, മേഘം, യാത്രാമൊഴി തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ആ സ്ഥലമാണ് ഇനി നേരിൽ കാണാൻ പോകുന്നത്. സമയം ഇപ്പോൾ പുലർച്ചെ 5 മണി. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ്. ഇനി ഇവിടെ നിന്ന് 6:10 പുറപ്പെടുന്ന തിരുച്ചെന്തൂർ എക്സ്പ്രസിൽ കയറി നമ്മൾ മുതലമടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ തന്നെയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. 35 രൂപയാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പ്ലാറ്റ്ഫോമിൽ കയറി കേട്ടോ. ഇപ്പോൾ സമയം 5:20 ഇതാണ് നമുക്ക് പോകേണ്ട തിരുച്ചെന്തൂർ എക്സ്പ്രസ്. അപ്പോൾ ഇതിന്റെ ലോക്കോമോട്ടീവ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ റൂട്ട് നോക്കുകയാണെങ്കിൽ ഇത് പാലക്കാട് ജംഗ്ഷൻ എന്നാണ് പുറപ്പെടുന്നത്. കറക്റ്റ് 6:10 പുറപ്പെടും. നേരെ തിരുച്ചെന്തൂരിലേക്കും പിന്നെ അവിടുന്ന് തിരിച്ചും പാലക്കാട്ടേക്കും വരുന്നുണ്ട്. പിന്നെ തിരുനെൽവേലി, തൂത്തുക്കുടി, വഞ്ചി, മണിയാഞ്ചി എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇത് പോകുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഇതൊരു ജനറൽ കമ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള ഒരു ട്രെയിനാണ്. റിസർവേഷൻ കോച്ചുകളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യാം. ചെറിയ ദൂരങ്ങളിലേക്കുള്ള യാത്രക്കാർ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ് ഇത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ 6:10 കറക്റ്റ് എടുത്തിരിക്കുകയാണ്. ഇവിടെ 31 കിലോമീറ്റർ ആണ് കേട്ടോ മുതലമടയിലേക്കുള്ളത്. ഏകദേശം ഒരു മണിക്കൂർ യാത്ര. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ സിനിമ ലൊക്കേഷനിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കാം. ലെറ്റ്സ് ഗോ. പാലക്കാടിന്റെ ഭംഗി അത് കണ്ടുകൊണ്ടുള്ള യാത്രയാണ് കേട്ടോ ഇത്. മനോഹരമാണ്. ഇപ്പോൾ നമ്മൾ പുതുനഗരം എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:37 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ട്രെയിൻ കണ്ടോ? ഏതാ ട്രെയിൻ എന്നറിയില്ല. നല്ല കളർഫുൾ ട്രെയിനാണ്. ഏതാ ട്രെയിൻ എന്ന് അറിയുന്നവർ കമന്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ പുതുനഗരം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് വണ്ടി. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ. അപ്പോൾ നല്ലൊരു ശാന്തമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ട വണ്ടി പുറപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി വണ്ടി അല്ലേ. അങ്ങനെ നമ്മളെ വണ്ടിയും പുറപ്പെട്ടു. കുറച്ച് സമയം കൂടിയേ ഉള്ളൂ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി. മഴക്കാലത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴുള്ള കാഴ്ച അത് അത്രയും മനോഹരമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടോ. അപ്പോൾ ഇതാണ് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ കറക്റ്റ് സമയം 6:44 ആയിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ത് മനോഹരല്ലേ കാണാൻ. അധികം തിരക്കൊന്നുമില്ല കേട്ടോ, ആരെയും കാണാനൊന്നുമില്ല. പക്ഷെ നല്ല മഴയും പച്ചപ്പും, അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാത്തിരുന്ന മുതലമട റെയിൽവേ സ്റ്റേഷൻ ഇതാ ഏതാനും നിമിഷം കൊണ്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഇതൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ വെട്ടം സിനിമയിലൊക്കെ നമ്മൾ കണ്ട സ്ഥലം. വെട്ടം മാത്രമല്ല, ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഹിന്ദി, തമിഴ് ഒക്കെ. അപ്പോൾ നമുക്ക് ഇറങ്ങിയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ആ ലൊക്കേഷൻ. ആ ആൽമരം നിങ്ങൾ കാണുന്നുണ്ടോ?
തൊട്ടടുത്ത് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന ഈ ഒരു വ്യൂ ഭയങ്കര രസാട്ടോ. അപ്പോൾ ഈ ട്രെയിന് 2 മിനിറ്റ് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ടൈം ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇതിപ്പോ പളനി, മധുരൈ വഴി തിരുത്തഞ്ചൂരിലേക്ക് പോവും. ഒരു ടോട്ടൽ 460 കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ജനറൽ കമ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു സ്ലീപ്പർ ക്ലാസ് എങ്ങാനും സെറ്റാക്കിയാൽ ഉപകാരമായിരിക്കും. നല്ല അടിപൊളി ട്രെയിനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിന് സ്റ്റോപ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ ട്രെയിൻ പോകുന്ന കാണാൻ തന്നെ. ട്രെയിൻ അതാ അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. മലയാള സിനിമകളിലൂടെ ഒരുപാട് തവണ കണ്ട ഈ മനോഹരമായ ലൊക്കേഷൻ ഇന്ന് ആദ്യമായി നേരിൽ കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. പച്ചപ്പും ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ റെയിൽപാതയൊക്കെയാണ് ഇവിടത്തെ മെയിൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവിടെ കാണുന്ന ആൽമരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ എനിക്ക് ആദ്യമായി ഓർമ്മ വരുന്ന സിനിമ വെട്ടമാണ് കേട്ടോ. വെട്ടം സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ കാണുന്ന ആൽമരത്തിൽ പിടിച്ചിട്ട് ദിലീപ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാലൻസ് തെറ്റി തൂങ്ങി ആടുന്ന ഈ ഒരു സീനില്ലേ, ആ സീന് ഇവിടുന്നാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. വെട്ടമാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമ. പക്ഷെ അത് മാത്രമല്ല, ഹൃദയം, ആടുജീവിതം, മോഹൻലാലിന്റെ യാത്രാമൊഴി, പിന്നെ മമ്മൂക്കയും ദിലീപും അഭിനയിച്ച മേഘം സിനിമ, അതേപോലെ കമലഹാസന്റെ അൻപേ ശിവം, പിന്നെ മഹേഷ് ബാബുവിന്റെ തെലുങ്ക് മൂവി, അങ്ങനെ ഒട്ടനവധി മലയാള സിനിമകളും തമിഴ് സിനിമകളും തെലുങ്ക് സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അത്രയും കാമായിട്ടുള്ള ശാന്തസുന്ദരമായ സ്ഥലമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ മരങ്ങളാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു മനോഹര കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ. അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ട്രെയിനിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ട്രെയിൻ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ. ഒന്ന് മോർണിംഗ് ഉള്ള ഞാൻ വന്ന ആ ഒരു ട്രെയിനും, ഇനി രാത്രി 8:24 തിരുച്ചെന്തൂർ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് ട്രെയിനുമാണ്. ആ 2 ട്രെയിൻ മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ഉള്ളൂ. ടോട്ടൽ 4 ട്രെയിൻ ഇതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അതിൽ 2 ട്രെയിൻ മാത്രമേ ഇവിടെ നിർത്തത്തുള്ളൂ. ഇപ്പോൾ ഇത് പണ്ടത്തെ സ്റ്റേഷൻ അല്ല കേട്ടോ. മേഘം വെട്ടം സിനിമയിൽ കണ്ട സ്റ്റേഷന് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ആൽമരമൊക്കെ സെയിം ആണ്. ഇതിന്റെ റെയിലും അതേപോലെ തന്നെ സ്റ്റേഷനൊക്കെ പുതുക്കി പണിതതാണ്. ആ സമയത്ത് ഈ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ആൽമരങ്ങളും കാര്യങ്ങളൊക്കെ, ഈ മരങ്ങൾ മുറിച്ച് മാറ്റാൻ ഒരു തീരുമാനം എടുത്തിരുന്നു അധികൃതർ. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ ഇടപെട്ട് ശരിക്കും മനുഷ്യച്ചങ്ങല പോലെ മുറിക്കാൻ സമ്മതിക്കില്ല എന്ന അത്രയും വലിയ പ്രതിഷേധവും പ്രകടനങ്ങളും പിന്നെ സമരവും ഒക്കെ നടന്നിട്ടാണ് ഈ ഒരു ആൽമരം ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. പക്ഷെ അത് വലിയൊരു കാര്യമാണ്. ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഏറ്റവും നല്ല ഭംഗിയും ഈ ഒരു ആൽമരങ്ങളാണ് കേട്ടോ. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല, ആൾക്കാർ പോലും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്ര മനോഹരമാക്കുന്ന ഈ ഒരു ആൽമരമാണ്. അതുകൊണ്ട് തന്നെയാണ് മേഘം, വെട്ടം, അതേപോലെ ഇങ്ങനത്തെ ഗ്രാമീണ അന്തരീക്ഷമുള്ള പടങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതും വളരെ ശാന്തമായ, ഒച്ചപ്പാട് ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാമായ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. ഇതൊക്കെ നേരിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട സ്ഥലമാണ്.
അങ്ങനെ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ തൊട്ടടുത്ത് കടയുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നാസ്ത കിട്ടും എന്ന് പറഞ്ഞു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സമയം 9 മണി ആവാറായി. റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഒരു കട ഉണ്ട് കേട്ടോ, അവിടത്തേക്കുള്ള പോക്കാണേ. അപ്പോ ഇതാണ് കട. ചായ ഉണ്ടോന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. ചായ ഉണ്ടോ? ചായ ഉണ്ടോ? കടിയെന്നല്ലേ എന്നെ കടിയല്ലോ, നാസ്ത എന്താ? അപ്പോ അപ്പം ഉണ്ടല്ലേ, അപ്പം തന്നു. നിങ്ങളെ വീടാ ഇത്? വെള്ളാപ്പവും ചട്നിയാണുള്ളത്. അപ്പോൾ അത് കഴിക്കാം. ഒരു നാടൻ കടയാണ് കേട്ടോ, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. വീടിനോട് ചേർന്നിട്ടുള്ള കടയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പേരെന്താ? സിദ്ദിഖ്. ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന, ഞാൻ പറയാം. ഇവിടെ വരുന്ന ഇവിടെ ഭക്ഷണം കഴിക്കട്ടെ. ഇവിടെ ചോറൊക്കെ കിട്ടുവോ? കോഴിക്കോട് ചോറൊക്കെ കിട്ടുവോ? ചോറ് ഇപ്പം വെക്കുന്നില്ല, പണിക്കാരൊക്കെ ആദ്യം വെക്കുന്നതാണ്. ഇവിടെ ഇപ്പൊ ആള് വരുത്തില്ല. ഇവിടെ വരുന്നാലും ഇങ്ങോട്ട് വരാൻ പറ്റ ബുദ്ധിമുട്ടാണ്. ചാർജ് ഓക്കെ ഓക്കെ. എന്നോട് ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ അവര് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. ഓ ആപ്പ് എടുത്തോ. വെള്ളാപ്പം ചട്നി, ചട്നി എടുത്തത്. വെള്ളാപ്പം ചട്നി അങ്ങനെ നല്ല ചായയും നല്ല വെള്ളാപ്പവും ചട്നിയാണ് കേട്ടോ. ഇവിടെ വരുന്നവര് തീർച്ചയായും അവിടെ പോയി ഭക്ഷണം കഴിക്കണേ, അവർക്കും ഒരു ഉപകാരമായിരിക്കും. കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവിടെ ആൾക്കാർ വരാത്തത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഇതിലെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രെയിനിൽ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ആവശ്യമില്ല. അല്ലാതെ വരുന്ന സമയത്ത് പുറമേ നിന്ന് ഉള്ളിലേക്ക് കയറണമെങ്കിൽ പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം, അത് നിർബന്ധമാണ്. അതുകൂടാതെ നമുക്ക് മൊബൈൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ മറ്റുള്ള ക്യാമറകൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവരെ പെർമിഷൻ മേടിച്ചിട്ട് ഒരു പേയ്മെന്റ് അടച്ചതിന് ശേഷം വീഡിയോസ് എടുക്കാൻ സാധിക്കുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ വന്ന് ചോദിക്കും നമ്മളോട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ഇതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മെയിൻ റോഡ് കേട്ടോ. ഇതുവഴിയാണ് ഷൂട്ടിംഗ് ആവശ്യത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുള്ള വണ്ടികളെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് നടക്കാനുണ്ട് മെയിൻ റോഡിലേക്ക്, അവിടെ നിന്നാണ് വണ്ടി കിട്ടുക. അപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ഒരു ലിഫ്റ്റ് കിട്ടി. റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ, എനിക്ക് ബീഹാർ സ്വദേശിയാണ്, എനിക്ക് ലിഫ്റ്റ് തന്നു. അപ്പോൾ ആളെ കൂടെ ഇങ്ങനെ പോകുകയാണ്. ഇനിയിപ്പോൾ ബസ് കിട്ടുന്ന സ്ഥലത്ത് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിലും മനോഹരമായ സ്ഥലങ്ങൾ പാലക്കാടുണ്ട്. മീങ്കര ഡാം, ചുളിയാർ ഡാം, കൊല്ലംകോട്, താമരപ്പാടം, ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി. ബൈ.